പാതിരാത്രിയിൽ അപ്രതീക്ഷിതമായി വന്ന നൗഷാദിൻ്റെ കോള് കണ്ട് സാബിറ പരിഭ്രാന്തയായി. 1 മണിക്കൂർ മുമ്പാണ് ഏറെ നേരം സംസാരിച്ചിട്ട് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഫോൺ വെച്ചത്. ജിജ്ഞാസയോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഷാബി, അവിടെ നല്ല മഴയുണ്ടോ? കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നിരിക്ക, ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. എന്തായിക്കാ? ഇല്ല, കുറച്ചു മുമ്പ് ഹംസമാമയെ ഞാൻ വിളിച്ചിരുന്നു. കുട്ടനാട്ടിൽ പലയിടത്തും അടവീണിട്ടുണ്ടെന്നും മാമയുടെ വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നവർ. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ. അതാകുമ്പോൾ നിനക്കും കുട്ടികൾക്കും ഒരു കൂട്ടാകുമല്ലോ. അത് കേട്ട സാബിറയുടെ മുഖം ചുളുങ്ങി. ഇക്ക, എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ എനിക്കൊന്ന് കുത്തിയിരിക്കാൻ നേരം കിട്ടില്ല. അത് മാത്രമോ, മാമായും അമ്മായും മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ 1 ഡസനോളം അംഗങ്ങളുണ്ട്. എല്ലാവർക്കും കൂടി തിന്നാനും കുടിക്കാനുമായിട്ട് കുറേ കാശും ചിലവാകും. നമ്മുടെ കുടുംബ ബഡ്ജറ്റ് മൊത്തം അവതാളത്തിലാകും. കൂടി വന്നാൽ അവരൊരാഴ്ച ഉണ്ടാവും. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അവരങ്ങ് തിരിച്ചു പോയിക്കോളും. അതിനുള്ളിൽ വരുന്ന ചിലവ് എത്രയാണെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റൂ. കാരണം സ്വന്തക്കാർക്ക് ഒരാപത്ത് വരുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. നിങ്ങൾക്കതൊക്കെ പറയാം. ഞാൻ നമ്മുടെ വീട് എത്ര അടുക്കും ചിട്ടയിലുമാണ് പരിപാലിച്ചു പോകുന്നതെന്നറിയാമോ? നമ്മുടെ മക്കളെ കൊണ്ട് പോലും ഒന്നും അലങ്കോലമാക്കിയിടാൻ ഞാൻ സമ്മതിക്കാറില്ല. ഹംസമാമയുടെ ചെറുമക്കളുടെ കുസൃതി നിങ്ങൾക്കറിയാവുന്നതല്ലേ. അവന്മാരിങ്ങോട്ട് വന്നാൽ കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെ ഈ വീട് അവർ തലകീയായി വയ്ക്കും. അടുത്ത ലീവിന് നിങ്ങളിവിടെ വരുമ്പോൾ ചിലപ്പോൾ ഷോക്കേസിൽ വെച്ചിരുന്ന അലങ്കാര വസ്തുക്കളൊന്നും കണ്ടെന്ന് വരില്ല. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചേക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഭാര്യയുടെ അനിഷ്ടത്തെ മറികടന്ന് ഒരു തീരുമാനമെടുക്കാൻ അയാൾക്ക് തോന്നിയില്ല. കാരണം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞതുപോലെ തൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചാലും ചിലപ്പോൾ അവരുടെ നീരസം കാണിച്ചാൽ അത് മാമയ്ക്കും അമ്മായിക്കും വേദനയുണ്ടാകും. പക്ഷേ സാബി, ഞാനിനി എങ്ങനെ മാമയോട് വരേണ്ടെന്ന് പറയും? അയാൾ നിസ്സഹായതയോടെ ചോദിച്ചു. അതിനാണോ പ്രയാസം? എൻ്റെ കുറേ ബന്ധുക്കളും കുട്ടനാട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. അവരെ ഞാൻ ഇക്കയോട് പറയാതെ നേരത്തെ വീട്ടിലേക്ക് വിളിച്ചു നിർത്തിയിരുന്നെന്നും അറിയാതെയാണ് ഇക്ക അവരെ വിളിച്ചതെന്നും പറഞ്ഞാൽ മതി. കുരുട്ടുബുദ്ധിയുടെ കാര്യത്തിൽ തൻ്റെ ഭാര്യയെ തോൽപ്പിക്കാൻ വേറെ ആരുമില്ലെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ നൗഷാദ് മാമയെ വിളിച്ച് സാബിറ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ബോധിപ്പിച്ചു. അത് സാരമില്ല മോനെ, മാമയ്ക്കും അമ്മായിക്കും ഇതൊന്നും ഒത്തിരിയുള്ള കാര്യമല്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ബേജാറുള്ളൂ. താൻ പറഞ്ഞത് മാമ വിശ്വസിച്ചിട്ടില്ലെന്ന് നൗഷാദിന് മനസ്സിലായി. മാമയോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ അയാൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മഴ ക്ഷമിച്ചു. കുട്ടനാട്ടുകാരുടെ ജീവിതം സാധാരണ നിലയിലായി. കൃഷിയിടങ്ങൾ ഹരിതവമായി. എല്ലാ വർഷത്തെയും പോലെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ നെല്ല് കുത്തിയും അരിയും പച്ചക്കറിയുമൊക്കെ ഹംസമാമ സാബിറയുടെ വീട്ടിലേക്ക് വന്നു. മാമയെ കണ്ടപ്പോഴും ചായ കൊടുക്കുമ്പോഴുമൊക്കെ അവളുടെ മുഖത്ത് മ്ലാനത നിറഞ്ഞു നിന്ന് ഹംസ ശ്രദ്ധിച്ചു. എന്താ മോളെ, നിന്റെ മുഖത്തൊരു വാട്ടം? നൗഷാദിൻ്റെ വിശേഷമെന്നുണ്ട്? ഒന്നുമില്ല മാമ, ഗൾഫിൽ നിന്നും എല്ലാവരും തിരിച്ചു വരുവാണ്. അക്കൂട്ടത്തിൽ ഇക്കായ്ക്കും വരണമെന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പ്രായമായ ഉമ്മയും കൂടെയുണ്ട്. അതുകൊണ്ട് ഇക്ക വന്നാൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണ്ടേ. മുകളിലൊരു നില കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇക്ക തൽക്കാലം വരുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞു. അല്ല മോളെ, നീയും കുട്ടികളും കൂടി ഹലീമത്തയോടൊപ്പം തറവാട്ടിലേക്ക് തിരിച്ചു പോയാൽ പോരെ? അത് ശരിയാവില്ല മാമ. എൻ്റെ ഇളയ നാത്തൂനുമായി വഴക്കിട്ടാ ഞാൻ ഉമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ചിലവിലാണ് ഞങ്ങൾ കഴിയുന്നതെന്ന തോന്നൽ അവൾക്കുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ അവളുടെ മട്ടും ഭാവവും ഞാൻ കാണണ്ടേ? അല്ല, അതും ശരിയാ. എന്ന് വെച്ച് നീ വിഷമിക്കണ്ട. മോളും ഉമ്മയെയും മക്കളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്ക്. അവിടെ എസിയും ആധുനിക അടുക്കളയും ഒന്നുമില്ലെങ്കിലും വിഷമില്ലാത്ത നാടൻ ഭക്ഷണവും നല്ല ശുദ്ധവായുവും സ്നേഹമുള്ള നിഷ്കളങ്കരായ ആളുകളുമുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്കവിടെ നിൽക്കാം. ആരും നിങ്ങളുടെ മുഖം കറുപ്പിക്കില്ല. നീ നൗഷാദിനെ വിളിച്ചു പറ, ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ. ഹംസമാമയുടെ ആ കറയറ്റ സ്നേഹവായ്പ കണ്ടപ്പോൾ സാബിറയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്കൊരു വിഷമം വന്നപ്പോൾ താൻ പണ്ട് കൈയൊഴിഞ്ഞ മാമ തന്നെ വേണ്ടി വന്നു എന്നോർത്ത് കുറ്റബോധം കൊണ്ടവൾ നീറിപ്പുകഞ്ഞു.